അയ്യപ്പസ്വാമിക്ക് നാളെ മണ്ഡലപൂജയ്ക്ക് ചാർത്താനുള്ള തങ്കഅങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് സന്നിധാനത്ത് എത്തുകയാണ്. രാവിലെ 8 മണിക്ക് പെരുന്നാട് ശാസ്താക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര ഉച്ചയ്ക്ക് 1:30 പമ്പയിലെത്തും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തീർത്ഥാടകർക്ക് സന്നിധാനത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മണിവരെ മാത്രമേ ഭക്തരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടൂ. വൈകിട്ട് 5 മണിക്ക് ഘോഷയാത്ര ശരംകുത്തിയിലെത്തിയ ശേഷം പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടുന്നത് പുനരാരംഭിക്കും. വൈകിട്ട് 6:30 തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, ആദ്യം തങ്കഅങ്കി ഘോഷയാത്ര വരുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇന്ന് സന്നിധാനത്ത് ഈ പ്രഭാതം എങ്ങനെ വലിയ തിരക്കാണ്? നിയന്ത്രണങ്ങളുമുണ്ട്. കൃഷ്ണരാജ്, വിനോദ്, രണ്ടുപേർക്കും ഒരു നല്ല പുലരി ആശംസിക്കുന്നു. ക്രിസ്മസ് ആശംസകൾ. ശബരിമല ഭക്തരെ, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇന്നും നാളെയും. തങ്കഅങ്കി ചാർത്തിയ, തങ്കഅങ്കി വിഭൂഷിതനായ അയ്യപ്പ ഭഗവാനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഭക്തർക്കുള്ള അവസരമാണ് ഇന്നും നാളെയും. ഇന്ന് രാവിലെ 8 മണിക്ക് പെരുന്നാട് ശാസ്താക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:30 ഘോഷയാത്ര പമ്പയിലെത്തും. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക്. രാവിലെ 11 മണിക്ക് ശേഷം ഭക്തജനങ്ങളെ, തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. പിന്നീട് ഇത് പുനരാരംഭിക്കുന്നത് ഘോഷയാത്ര ശരംകുത്തിയിലെത്തുന്ന 5 മണിക്ക് ശേഷമായിരിക്കും. ഉച്ചയ്ക്ക് 1:30 പമ്പയിലെത്തുന്ന ഘോഷയാത്ര അവിടുത്തെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 3 മണിക്ക് അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ട് 5 മണിയോടുകൂടി ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിൽ ദേവസ്വം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ആചാരപരമായിട്ടുള്ള സ്വീകരണം നൽകി 18-ാം പടി കയറി സോപാനത്ത് എത്തും. കൊടിമര ചുവട്ടിൽ ദേവസ്വം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സ്വീകരണമുണ്ട്. സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കഅങ്കി സ്വീകരിച്ച് അയ്യപ്പ ഭഗവാനെ ചാർത്തി ദീപാരാധനയുടെ സമയത്തും ഭക്തജനങ്ങൾക്ക് 18-ാം പടി കയറുന്നതിനുള്ള അനുവാദമില്ല. ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളോട് കൂടിയ ദീപാരാധന പൂർത്തിയായതിനു ശേഷമാണ് ഭക്തജനങ്ങൾക്ക് 18-ാം പടി കയറുന്നതിനുള്ള അനുവാദം ഉള്ളത്. ദീപാരാധനയ്ക്ക് ശേഷം തങ്കഅങ്കി വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പ ഭഗവാനെ ഭക്തജനങ്ങൾക്ക് ദർശിക്കുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെയാണ് മണ്ഡലപൂജ നടക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 12-നും 12:30-ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുന്നത്. നാളെയും നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകളുമുണ്ട്. നാളെ രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനം കുറിക്കും. ഇന്ന് രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഫ്ലൈ ഓവറെല്ലാം ഭക്തരാൽ തങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. താഴെ ഫ്ലൈ ഓവറിന് താഴെയും 18-ാം പടിക്ക് താഴെയും ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് 2 ദിവസത്തേക്ക്. ഇന്ന് 50,000 ഭക്തജനങ്ങൾക്കും നാളെ 60,000 പേർക്കുമാണ് വെർച്വൽ ക്യൂ വഴി ദർശിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 2 ദിവസങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് 5000 നിജപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. പമ്പയിൽ നിന്ന് ഭക്തജനങ്ങളെ കടത്തിവിടുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെ, സന്നിധാനത്ത് ഇന്ന് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമുക്കറിയാം, മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട തങ്കഅങ്കി ഘോഷയാത്ര തിരുവാറന്മുള ക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് കൃഷ്ണരാജ്, നമുക്കറിയാം 2 തരത്തിലാണ്. ഒന്ന് തിരുവാഭരണമുണ്ട്, അതേപോലെ തന്നെ തങ്കഅങ്കിയുണ്ട്. തങ്കഅങ്കി ഘോഷയാത്ര ആറന്മുളയിൽ നിന്നാണ് ആരംഭിക്കുക. തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത് അത് മകരവിളക്കിന് മുന്നോടിയായിട്ടാണ്. പന്തളത്ത് നിന്നാണ്. പന്തളം രാജകുടുംബത്തിൽ നിന്നുള്ള തിരുവാഭരണം അത് പന്തളം കൊട്ടാരത്തിൽ നിന്നും മകരവിളക്കിന് മുന്നോടിയായി പോകും. ഇപ്പോൾ ഈ തങ്കഅങ്കി എന്ന് പറയുന്നത്, തിരുവാറന്മുളയിൽ നിന്നുള്ള തങ്കഅങ്കി എന്ന് പറയുന്നത് അത് തിരുവിതാംകൂർ രാജകുടുംബം സമർപ്പിച്ചതാണ്. അത് തിരുവാറന്മുള ക്ഷേത്രത്തിൽ നിന്നാണ് മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി അത് പുറപ്പെട്ട അത് ഇന്ന് സന്നിധാനത്തെത്തിക്കഴിഞ്ഞാൽ തങ്കഅങ്കി ചാർത്തിയാണ് ഭഗവാന് ദീപാരാധന. പിന്നീട് നാളെ ഉച്ചയ്ക്കാണ് മകര സംക്രമ മുഹൂർത്തത്തിൽ മണ്ഡലപൂജ നടക്കുന്നത്. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ആ ചടങ്ങ് നടക്കുക. പിന്നീട് ഒരു 2 ദിവസം മണ്ഡലപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്ന പതിവുണ്ട്. അതിനുശേഷം മകരവിളക്ക് ഉത്സവത്തിനായി വീണ്ടും ശബരിമല സന്നിധാനത്തെ മിഥുൻ മുരളി വീണ്ടും ഉണ്ട്. അതെ, മിഥുൻ, ഇന്നത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ.
കൃഷ്ണരാജ്, ഇന്ന് സുരക്ഷയുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുന്നതിന് നിയന്ത്രണങ്ങൾ, ഒപ്പം വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ, സ്പോട്ട് ബുക്കിങ്ങിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ, വളരെ സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ തങ്കയങ്കി കടന്നു വരുന്ന പെരുന്നാട് മുതൽ ഇന്ന് തങ്കയങ്കി എത്തുന്ന പമ്പ വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ ഈ പരിശോധനകളെല്ലാം വ്യാപകമായി തന്നെ നടക്കുന്നുമുണ്ട്. ഇന്നലെ രാത്രി വരെയുള്ള കണക്കനുസരിച്ച് തുടർന്നോളൂ. അവിടെ ശബ്ദ സംവിധാനത്തിന് ചെറിയ സാങ്കേതിക പ്രശ്നം അനുഭവപ്പെടുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ കൃഷ്ണരാജ്, നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് നിയന്ത്രണങ്ങളുണ്ട്. അവിടെ സന്നിധാനത്ത് ദീപാരാധന സമയത്ത് ഒക്കെ തന്നെ ഭക്തരെ കടത്തിവിടുന്നതിന് നിയന്ത്രണമുണ്ട്. മിഥുൻ മുരളി, തുടരാം. ഭക്തർക്ക് ഇന്ന് നിയന്ത്രണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഉച്ചയ്ക്ക് പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുന്നതിനും ഒക്കെ സമയക്രമീകരണങ്ങളുണ്ട്. ഇന്ന് വെർച്വൽ ക്യൂവിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഉച്ചയോടുകൂടി തങ്കയങ്കി ഘോഷയാത്ര പമ്പയിൽ എത്തിച്ചേരുന്നു. ദേവസ്വം മന്ത്രി VN വാസവൻ്റെ നേതൃത്വത്തിൽ അവിടെ സ്വീകരണം. പിന്നീട് നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ ശരംകുത്തിയിലാണ് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ സ്വീകരണം. തുടരാം മിഥുൻ മുരളി. ശബരി സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അത് ഫ്ലൈ ഓവറിലായാലും താഴെ 18-ാം പടിക്ക് താഴെയുള്ള ഭാഗങ്ങളിലായാലും ഇപ്പോൾ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മന്ദഗതിയിൽ മാത്രമാണ് ഭക്തജനങ്ങൾക്ക് 18-ാം പടി കയറി മുകളിലേക്ക് അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള ഒരു സാഹചര്യം. സന്നിധാനത്ത് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമുക്കറിയാം, തമിഴ്നാട് അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തർ അങ്ങോട്ടേക്ക് എത്തുന്നു. ഇനിയിപ്പോൾ കൃഷ്ണരാജ്, നമുക്കറിയാം ഇനിയും ക്രിസ്മസിൻ്റെ അവധിക്കാലം വരികയാണ് സ്കൂളുകൾക്കും. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സ്വാഭാവികമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 3-4 ദിവസമായി, അതിനു മുമ്പ് തന്നെ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 1 ലക്ഷത്തോളം ഭക്തർ കണക്കിൽ വന്നു പോയ ദിവസങ്ങളുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അത് മാത്രമല്ല, നാളെ മണ്ഡലപൂജ കഴിഞ്ഞാൽ പിന്നീട് 2 ദിവസം നട അടയ്ക്കുന്ന പതിവ് രീതിയുണ്ട്. അതിനുശേഷമാണ് പിന്നീട് മകരവിളക്കുത്സവത്തിനായി സന്നിധാനം വീണ്ടും തുറക്കുന്നു. അങ്ങനെ മണ്ഡലകാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്.